ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആയി. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ ഞാൻ ആ ചെക്കൻ്റെ ഫാനായതാ, വിഷ്ണുവിൻ്റെ. എല്ലാ പരിപാടികൾക്കും മുമ്പിൽ നിന്ന് നോക്കി നടത്താനും ആർക്കു വേണ്ടി എവിടെ നിന്നും ധൈര്യത്തോടെ സംസാരിക്കാനും ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ അക്രമങ്ങളെ കടിഞ്ഞാട്ട് നിർത്താനും എന്തിന് ഏത് പണി ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഈ ചെറുക്കന് ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടത്തേക്കാളധികം ആരാധനയായിരുന്നു. അവനെപ്പറ്റി അറിഞ്ഞാൽ പിന്നെ ബഹുമാനവും. അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലും അവനൊരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്കിടയിലെ ഏക അന്തരം. ഞാൻ അശ്വതി, എല്ലാവരും അച്ചു എന്ന് വിളിക്കും. എൻ്റെ പാരൻസ് വിദേശത്താണ്. മകൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു. എനിക്ക് എന്ത് വേണമെങ്കിലും കിട്ടും വിചാരിക്കേണ്ട താമസം. ഞാൻ അവർക്കൊപ്പം വിദേശത്തായിരുന്നു. പഠിച്ചതൊക്കെ അവിടെയാണ്. മുത്തശ്ശൻ മരിച്ചപ്പോൾ മുത്തശ്ശി ഒറ്റക്കായി. അതാണ് നാട്ടിലേക്ക് വന്നു ഈ ക്യാമ്പസിലെത്തിയതും. വിഷ്ണുവിനെ ആദ്യം കണ്ട അന്ന്. ഞാൻ ഒറ്റമോളായതുകൊണ്ട് എന്നെ മോനെപ്പോലെയാണ് അവർ വളർത്തിയത്. എല്ലാ പെൺപിള്ളേരും സ്കൂട്ടർ വാങ്ങുമ്പോൾ ഞാൻ വാങ്ങിയത് ബുള്ളറ്റായിരുന്നു. അതിൽ ഷോ കാണിച്ചാണ് കോളേജിൽ ഫസ്റ്റ് ഡേ ഞാൻ എത്തിയത്. എല്ലാവരും അമ്പരം നിൽക്കെ വിഷ്ണുവിൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് സീനിയേഴ്സ് എന്നെ റാഗ് ചെയ്യാൻ വന്നത്. നീ ഏതാടി? ഒരുത്തിയുടെ ചോദ്യം എനിക്കത്ര പിടിച്ചില്ല. അത് ചോദിക്കാൻ നമ്മളാരാണാവോ? സീനിയേഴ്സിനോട് തർക്കുത്തരം പറയുന്നു. നീ ആരെന്നാണ് നിന്റെ വിചാരം? ഫസ്റ്റ് ഡേ തന്നെ ഇത്ര ഷോ കാണിച്ചിട്ട് വരാൻ? അതെ, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ചെലവിന്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഐ നെവർ ട്രൈ ടു ഇന്റർഫിയർ ഓൺ മൈ മാറ്റേഴ്സ്. യു ഗെറ്റ് മീ? മാറിക്കടി എന്നും പറഞ്ഞ് ഞാൻ ചെത്തിപ്പൊളിച്ച് മുമ്പോട്ട് പോയതും പിന്നിൽ നിന്നൊരു ശബ്ദം, ഹലോ കൊച്ചെന്നവിടെ നിന്നേ. അതാരാടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞതും മുമ്പിൽ സുമുഖനായ ഒരാറടി പൊക്കവും ഒത്ത വണ്ണവും കട്ട താടിയൊക്കെ ഇട്ടൊരു കലിപ്പൻ ചെക്കൻ. ഒറ്റ നോട്ടത്തിലെ ഫ്ലാറ്റ് ആയെങ്കിലും ഞാൻ വായ്നോട്ടം നിർത്തി കട്ടക്കലിപ്പിൽ തിരിഞ്ഞു. എന്താ? അല്ല, എവിടുന്നാ കുറ്റിയും പറിച്ചു വന്ന്? മനസ്സിലായില്ല. താൻ പെണ്ണ് തന്നെയല്ലേ? കുറച്ച് കടക്കൊതൊക്കെ വേണം, അല്ലാതെ കോലം കിട്ടി കാലത്തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന് ഇന്നത്തോടെ നിർത്തിക്കോണം. മനസ്സിലായോടി? അയ്യോടി, ഈ ചേട്ടനിത് എന്തിന്റെ കേടാ? ഞാൻ എനിക്കിഷ്ടമുള്ള കോലത്തിൽ തോന്നുന്ന പോലെ വരും. എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. എന്നാ എനിക്കൊന്ന് കാണല്ലോ. അത്രക്ക് അങ്ങോട്ട് നെകളിക്കല്ലേ. നാളെ സഭ്യമായ വേഷം ധരിച്ച് കോളേജിലേക്ക് വരാൻ പറ്റിയെങ്കിൽ വന്നാൽ മതി, കേട്ടല്ലോ. ഇത്തവണ ഞാൻ മറുപടി അറിഞ്ഞില്ല. നാളെ കാണിച്ചു കൊടുക്കാമെന്ന് മനസ്സിൽ കരുതി ക്ലാസ്സിലേക്ക് കയറി. ഒരു സെറ്റ് ആമ്പിള്ളേർ എൻ്റെ കമ്പനിക്കാരായി മാറി പറഞ്ഞ നേരം കൊണ്ട്. ഉച്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ കലിപ്പൻ വിഷ്ണു സംഘവും എൻ്റെ ബുള്ളറ്റിൻ്റെ മുകളിലുണ്ടായിരുന്നു. ബുള്ളറ്റ് എടുക്കാൻ തോന്നി എന്നെ തടഞ്ഞുകൊണ്ട് അവൻ താക്കി തരുമ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. മറിച്ച് അഹങ്കരിക്കാനാണെങ്കിൽ ഒതുക്കാൻ എനിക്കറിയാം. ഞാൻ തലകുലുക്കി. രാത്രി മുഴുവൻ എൻ്റെ മനസ്സിൽ നാളെ അവനിട്ടുള്ള പണി എങ്ങനെ വേണമെന്ന ചിന്തയായിരുന്നു. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിറ്റേന്നുള്ള എൻ്റെ ബുള്ളറ്റിലെ വരവ് കണ്ട് കോളേജ് മൊത്തത്തിലൊന്ന് ഞെട്ടി. കലിപ്പൻ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. ഞാൻ യാതൊരു നാണവുമില്ലാതെ ബുള്ളറ്റിൽ നിന്നിറങ്ങി എല്ലാവരെയും നോക്കി പല്ലുവിളിച്ചു. വിഷ്ണു എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഇതെന്ത് കോലാടി? ചേട്ടനല്ലേ പറഞ്ഞേ സഭ്യമായ വേഷത്തിൽ വരണമെന്ന്? എങ്ങനെയുണ്ട്, കൊള്ളാമൻ ചേട്ടാ? ഞാൻ അവനെ നോക്കിയത് സൈറ്റ് അടിച്ചു. അവനാണെങ്കിൽ എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട്. അവനുള്ള വാശിക്കാണ് ഞാൻ ആ കോലം കെട്ടി പോയത്. ഒരൊറ്റ മുണ്ടെടുത്ത് മുടി മുന്നിലേക്ക് കുടുമി കെട്ടി മുല്ലപ്പൂവും വെച്ച് കണ്ണൊക്കെ വലിച്ചു വാരി എഴുതി മുറുക്കാൻ ചവച്ച് ചുണ്ട് ചുവപ്പിച്ച് ആടയാഭരണവും ഇട്ടൊരു ടിപ്പിക്കൽ ഓൾഡ് തമ്പുരാട്ടി കാറിൽ ബൂട്ട്സ് ഇട്ട് ബുള്ളറ്റിൽ വന്നിറങ്ങിയ എങ്ങനെ ഇരിക്കും? എല്ലാവരും ഒരു കെട്ടുകാഴ്ച പോലെ എന്നെ നോക്കി ഊറിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല തൊലിക്കട്ടിയുള്ള കൂടുതലായതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ കലിപ്പൻ്റെ മുഖത്ത് നോക്കി വശ്യമായി ചിരിച്ചു. അവൻ മസിലും പിടിച്ച് നിൽക്കവേ ഞാൻ അവനിട്ട് അടുത്ത പണിയും തോന്നും ആ ക്യാമ്പസ് മൊത്തത്തിലൊരു ഫാഷൻ പരേഡങ്ങ് നടത്തി. എടാ, ഇത് കുഴപ്പമാവെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് വിഷ്ണുവിൻ്റെ ചങ്ക് കൂട്ടുകാരൻ അവനോട് പറയുന്നേ കേട്ടു. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ച് അത് തന്നെ സംഭവിച്ചു. പ്രിൻസിനെ റൂമിലോട്ട് വിളിപ്പിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ചെന്നു. അവനിട്ടൊരു പണി അതായിരുന്നു എൻ്റെ മനസ്സിൽ. താനിത് എന്ത് കോലത്തിലാണ് വന്നിരിക്കുന്നത്? താനാരാ? ഉണ്ണിയാർച്ചയോ? പോരാത്തതിനൊരു ഫാഷൻ പരേഡും. കോളേജിൻ്റെ ഡിസിപ്ലിൻ കളഞ്ഞതിന് തനിക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. സോറി മാഡം, ഞാൻ ഇന്നലെ ജീൻസ് ഇട്ട് വന്നപ്പോൾ എന്നോട് സീനിയേഴ്സ് പറഞ്ഞിട്ടാ ഇന്ന് ഇങ്ങനെ വരേണ്ടി വന്ന്. ഞാൻ കപട സങ്കടം മുഖത്ത് ഫിറ്റ് ചെയ്ത് മുതലക്കണ്ണിയിൽ ഒഴുക്കിയപ്പോൾ പ്രിൻസി അവന്മാരെ വിളിപ്പിച്ചു. വിഷ്ണുവിനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി ഞാൻ പല്ലിളിച്ച് കാട്ടി. പ്രിൻസി അവർക്ക് നല്ല ഫയറിങ് കൊടുക്കുന്നുണ്ട്. ഇനിമേലും ഇത് ആവർത്തിക്കുന്ന എനിക്ക് വാണിങ്. ഇനി റാഗിങ് ഉണ്ടായാൽ പോലീസ് കേസാക്കുമെന്ന് അവരോടും പറഞ്ഞു വിട്ടു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പോവാനിറങ്ങിയ ഞാൻ അത് കണ്ട് ഞെട്ടി പണ്ടാരടങ്ങി. എൻ്റെ ദൈവമേ, ഏത് തെണ്ടി പട്ടി ചെറ്റയാണ് അവ ഇത് ചെയ്ത്?